അഹ്മദുൽ കബീർ റിഫായി റളിയല്ലാഹു അൻഹു പറയുകയാണ്, ഒന്നാമതായി തഅല്ലം അംറല്ലാഹ്, തഅല്ലം അംറല്ലാഹ്, അല്ലാഹുവിന്റെ കാര്യത്തെ നീ ഗൗരവമുള്ളതായി കാണണേ. പടച്ച റബ്ബ് നിന്നോട് കൽപ്പിച്ചിട്ടുള്ള സർവ്വ കാര്യങ്ങളെയും നീ ഗൗരവമായി കാണണേ. അള്ളാഹു കൽപ്പിച്ചതല്ലേ നിസ്കാരം, പടച്ച റബ്ബ് ഓർമ്മപ്പെടുത്തിയതല്ലേ നോമ്പുകൾ, പടച്ച റബ്ബ് അടയാളപ്പെടുത്തിയതല്ലേ സക്കാത്തുകൾ, പടച്ച റബ്ബ് പറഞ്ഞതല്ലേ ഹജ്ജിന്റെ കർമ്മങ്ങൾ. പാവങ്ങളുടെ കണ്ണീരപ്പാനും നിരാലംബർക്ക് അവലംബമാകുവാനും നിരാശ്രയർക്ക് ആശ്രയത്വം കൊടുക്കുവാനും അള്ളാഹുവിന്റെ കൽപ്പനകളല്ലേ, അവന്റെ ശാസനകളല്ലേ. ആ കൽപ്പനകളെ പരിപൂർണമായി നിർവഹിച്ചവരുണ്ടോ? കള്ളു കുടിക്കരുതെന്ന് പടച്ച റബ്ബ് വിലക്കിയതല്ലേ, വ്യഭിചരിക്കരുതെന്ന് വിലക്കിയതല്ലേ, മോശപ്പെട്ട തലത്തിലേക്ക് ശരീരത്തിന്റെ അവയവങ്ങളെ കൊണ്ടുപോകരുത് എന്ന് പരിശുദ്ധ പ്രവാചകൻ മുഖേന നമുക്ക് വിലക്ക് ഏർപ്പെടുത്തിയതല്ലേ. തഅല്ലം അംറല്ലാഹ്, അല്ലാഹുവിന്റെ കാര്യത്തെ നീ വലുതായി കാണണേ എന്ന് അഹ്മദുൽ കബീർ റിഫായി ഖദ്ദസല്ലാഹു സിറഹുൽ അസീസ്. അല്ലാഹുവിന്റെ കാര്യത്തെ ഒന്നാമതായി വലുതായി കാണണം. ഈ ഉമ്മത്ത് അങ്ങനെ കാണുന്നില്ല. അവിടെയാണ് നമുക്ക് അപജയം സംഭവിച്ചത്, അവിടെയാണ് പ്രശ്നമുണ്ടായിത്തീർന്നത്. റബ്ബിന്റെ കാര്യത്തെ വലുതായി കാണുന്നില്ല. അതിന് ഏറ്റവും വലിയ തെളിവാണ് നിക്കാഹ് നടത്തപ്പെടുന്ന ദിവസം പുതിയാപ്പിളയും പുതിയ പെണ്ണും നിസ്കരിക്കത്തേ ഇല്ല. പുതിയ പെണ്ണ് 3 ദിവസം മുമ്പേ പെയിന്റ് അടിച്ചിരിക്കുകയാണ്, പൊട്ടിയിട്ടിരിക്കുകയാണ്. ഇനി അത് കഴുകിക്കളയണം, ഒരാഴ്ച കഴിഞ്ഞിട്ടേ ഉള്ളൂ കഴിവുള്ളൂ. കാരം പോയി ബ്യൂട്ടീഷ്യൻ്റെ അടുത്ത് പോയിട്ട് റെഡിയായി നിൽക്കുകയാണ് കാര്യമായിട്ട്. പുതിയാപ്പിള ആരെങ്കിലും വാപ്പായ ആരെങ്കിലും കുടുംബത്തിൽ മൂല്യന്മാരുണ്ടെങ്കിൽ ഹൈവാനെ എക്കരിക്കുന്നില്ലേടാന്ന് ചോദിച്ചാൽ ചിലപ്പോൾ ഒന്ന് കയറിയിട്ട് തലയും കുത്തി മറിയും. അപ്പോഴും ഓൻ്റെ ചിന്ത മുഴുവനും പുതിയവണ്ണിൻ്റെ മുഖമാണ്. 3 ദിവസത്തേക്ക് ആ മുഖം, അത് കഴിഞ്ഞാൽ പിന്നെ മൈൻഡ് ചെയ്യലില്ല. ഫോണിൽ വന്നാൽ ഇപ്പുറത്തോട്ട് നിൽക്കും. അതിനുശേഷം ഇപ്പുറത്തോട്ടായിരുന്നു ആദ്യം ഫോൺ എടുക്കുമായിരുന്നു, പിന്നെ ഇപ്പുറത്തോട്ടായി കട്ട് ചെയ്ത് വിടുകയാണ് 3 ദിവസത്തേക്ക്. അതാണ് ഇന്നത്തെ അവസ്ഥ. അല്ലാഹു എവിടെ എത്തിപ്പോയി സമൂഹം? നിസ്കരിക്കാൻ വേണ്ടി ഏറ്റവും കൂടുതൽ ശ്രദ്ധ ചെലുത്തേണ്ട സമയമല്ലേ അത്? അതല്ലേ സമയം? ഏറ്റവും കൂടുതൽ നിസ്കരിക്കേണ്ട സമയമല്ലേ? ഏറ്റവും കൂടുതൽ ശ്രദ്ധ ചെലുത്തേണ്ട സമയമല്ലേ? പടച്ച റബ്ബ് നൽകിയിരിക്കുന്ന അനുഗ്രഹങ്ങൾക്ക് നന്ദി പ്രകാശനം നടത്തണ്ടേ? ظلمت سنة من أحيا الظلام إلى أن اشتكت قدما الرمي ورمي مولاي ظلمت سنة من أحيا الظلام إلى أن اشتكت قدما الرمي ورمي. രാത്രി മുഴുവനും നിന്ന് നിസ്കരിച്ച് കാലിൽ നീരുകെട്ടി വീർത്തതാകുന്ന പരിശുദ്ധ പ്രവാചകന്റെ തിരുസുന്നത്തിനോട് ഞാൻ അക്രമം ചെയ്തു പോയി എന്ന് ഇമാം ബൂസീരി റഹ്മത്തുള്ളാഹി അലൈഹി വിനയം കൊണ്ട് പറയാണ് അദ്ദേഹം. രാത്രി മുഴുവനും നിന്ന് നിസ്കരിച്ചു. ഏതെങ്കിലും ഫറള് നിസ്കാരം ഖളാ വിട്ടല്ല, ഏതെങ്കിലും റവാത്തിബ് സുന്നത്തുകൾ ഖളാ വിട്ടല്ല, തറാവി നിസ്കാരം ഖളാ വിട്ടല്ല. മുത്ലഖൻ സുന്നത്ത് നമസ്കാരം, നിരുപാധികം സുന്നത്ത് നിസ്കരിക്കുകയാണ്, തഹജ്ജുദ് നിസ്കരിക്കാൻ ഉറക്കമെഴുന്നേറ്റ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ രാത്രിയിൽ നിന്ന് നിസ്കരിച്ച് കാലിൽ നീര് കെട്ടി വീർത്തു ഹബീബായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. ചിന്തിച്ചു നോക്ക്. നമ്മളാണെങ്കിലോ ബസ്സിലേക്ക് ഇവിടെ നിന്ന് അങ്ങോട്ട് കയറി, റോംപുറത്തേക്ക് ബസ്സിന് മുടുക്കോടുന്ന് കയറിയാൽ പോലും സീറ്റ് ഉണ്ടോന്നാണ് നോക്കുന്നത്. അപ്പോഴേ തന്നെ സീറ്റ് നോക്കാൻ നമുക്ക് എവിടെയെങ്കിലും ഇരുന്നാൽ മതി. 2 മിനിറ്റ് കൊണ്ട് എത്തും അടുത്ത സ്റ്റോപ്പിലേക്ക്. എന്നാൽ പോലും നമുക്ക് എന്താണ്, ഇരിക്കണം. ബഹളവും ഇല്ല, സൈലന്റ് ആയിട്ട് പോയി വാങ്ങിച്ചുകൊണ്ട് പോവാൻ. മണിക്കൂറുകൾ നിൽക്കും എത്ര നേരം ഇബാദത്തെടുക്കാൻ. സയ്യിദുനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ആരായി പ്രവാചകൻ? അതുകൊണ്ടല്ലേ ആയിഷ സിദ്ദീഖ റളിയല്ലാഹു അൻഹ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളോട് ചോദിക്കാറാ, എന്തിനാണ് നബിയേ തങ്ങളുടെ കാലിങ്ങനെ നീരുകെട്ടി വീർക്കുന്നതിലേക്ക് തങ്ങളിങ്ങനെ പ്രയാസപ്പെട്ടുകൊണ്ട് നിസ്കരിക്കുന്നതിനാണ്? ഇത്രത്തോളം പ്രയാസപ്പെട്ടുകൊണ്ട് നമസ്കാരം നിർവഹിക്കുന്നത് എന്തിനാണ്? തങ്ങളുടെ മുൻപിൻ പാപങ്ങൾ നൽകിയില്ലയോ ഹബീബേ? ഹബീബായ റസൂലുള്ളാഹി ഉടനെ ആയിഷ സിദ്ദീഖ റളിയല്ലാഹു അൻഹയോട് പറഞ്ഞു അത്രേ, യാ ആയിഷ അഫലാ അകൂന അബ്ദൻ ശകൂറാ,
നന്ദിയുള്ള ഒരു ദാസനായി, നന്ദിയുള്ള ഒരടിമയായി മാറണ്ടയോ ആയിഷ? നന്ദിയുള്ള ഒരടിമയായി മാറണ്ടയോ ആയിഷ? ആരാണ് ഈ പറയുന്നത്? പ്രിയപ്പെട്ടവരെ, അറബ് നാട്ടിലെ മാമലകൾ മുഴുവനും കനക കൊട്ടാരമായി തിരുസവിധത്തിലേക്ക് തരട്ടെ എന്ന് ജിബ്രീൽ എന്ന മാലാഖ ചോദിക്കുമ്പോ വേണ്ട എന്ന് പറഞ്ഞുകൊണ്ട് പരിത്യാഗത്തിന്റെ ആത്മീയ വലയത്തിലേക്ക് ഉൾവലിഞ്ഞ് ലോകത്തിന് മുഴുവനും മാതൃക കാട്ടിയ ഹബീബ് മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളാണ് പറയുന്നത്. ആയിഷ സിദ്ദീഖ റളിയല്ലാഹു അൻഹ കൊണ്ടുവന്നിട്ടില്ലയോ? പഠിച്ചു വെക്കണേ മുഅ്മിനീ, 3 മാസം തുടർച്ചയായി പട്ടിണി കിടന്നിട്ട് പോലും വെള്ളമല്ലാത്ത, കഴിക്കാനും കുടിക്കാനും വെള്ളമല്ലാതെ മറ്റൊന്നുമില്ലാത്ത സാഹചര്യത്തിൽ നിലകൊണ്ട് പ്രിയപ്പെട്ട ഭാര്യയോട് പറയുന്നു, യാ ആയിഷ അഫലാ അകൂന അബ്ദൻ ശകൂറാ, നന്ദിയുള്ള ദാസനായി, നന്ദിയുള്ള അടിമയായി അല്ലാഹുവേ. ചെറുപ്പക്കാരാ, കള്ളു കുടിച്ചുകൊണ്ട് നടക്കുന്നവരെ, വ്യഭിചരിച്ചുകൊണ്ട് നടക്കുന്നവരെ, സിനിമ കണ്ടുകൊണ്ട് നടക്കുന്നവരെ, സീരിയൽ ദർശിച്ചുകൊണ്ട് നടക്കുന്ന പെങ്ങളെ, മോശപ്പെട്ട ബ്ലൂ ഫിലിമുകൾ കണ്ടുകൊണ്ട് രാത്രിയുടെ യാമങ്ങളെ തള്ളി നീക്കുന്ന ചെറുപ്പക്കാരാ, പള്ളിയുടെ മുറ്റത്ത് വന്നിട്ട് പോലും ബാങ്ക് വിളിക്കുന്ന സമയത്ത് ഇറങ്ങിപ്പോകുന്നതാകുന്ന കമ്മിറ്റി ഭാരവാഹികളെ, പഠിച്ചു വെക്കണേ, പഠിച്ചു വെക്കണേ. തറാവീഹ് എന്ന് പറയുന്ന മഹിതമാകുന്ന 20 റക്അത്ത് നമസ്കാരം നിസ്കരിക്കാൻ റമദാൻ കടന്നു വരുമ്പോൾ തൊട്ടടുത്തുള്ള കൂട്ടുകാരനേക്ക് വാട്സാപ്പിൽ ചോദിക്കുന്ന കൂട്ടുകാരില്ലയോ? ഏതൊക്കെ ഇമാമിങ്ങളാണ് സൂറത്തുൽ ഫീൽ മുതൽ താഴോട്ട് ഓതി നിസ്കരിക്കുന്നത്? ചെറിയ സൂറത്ത് ഓതി നിസ്കരിക്കുന്ന പള്ളികൾ തേടി ഓടിപ്പോകാൻ തയ്യാറാകുന്ന ചെറുപ്പക്കാരില്ലയോ? അത്തരത്തിലുള്ള പള്ളികളിൽ ചെന്നാൽ തന്നെ ഒതുവെടുക്കുന്ന സമയത്ത് തന്നെ എത്രയോ മിനിറ്റുകൾ, സമയങ്ങൾ അവൻ ചെലവഴിക്കുകയാണ്. 2 റക്അത്ത് നിസ്കരിച്ചാൽ തന്നെ അവന്റെ ഉള്ളിലുള്ള കഫം പുറത്തെടുക്കാൻ വേണ്ടി സമയം ചെലവഴിക്കാൻ പുറത്തേക്ക് പോകുന്ന ചെറുപ്പക്കാരില്ലയോ? വെള്ളം കുടിച്ചുകൊണ്ട് സമയങ്ങളെ കൊല്ലുന്നവരില്ലയോ? ദിക്റും ദുആകളിലും പങ്കെടുക്കാതെ അടുപ്പിന്റെ ആലയിൽ പോയി നിലകൊള്ളുന്നവരില്ലയോ? ഭക്ഷണം പാചകം ചെയ്യുന്ന ഭക്ഷണപ്പുരയിൽ പോയി മണിക്കൂറുകളും ചെലവഴിച്ചാലും അള്ളാന്റെ പള്ളിയുടെ അകത്തലത്തിൽ വന്നുകൊണ്ട് ഇഅ്തികാഫ് നിയ്യത്ത് വെച്ചുകൊണ്ട് ഒരു 10 മിനിറ്റ് സമയം പോലും ചെലവഴിക്കാൻ തയ്യാറാകാത്ത കപടതയുടെ മുഖമുള്ള വിശ്വാസികളല്ലയോ? നഊദു ബില്ലാഹ്. ഹബീബായ നബി തങ്ങളെ കുറിച്ച് പറയാൻ എനിക്കെന്ത് യോഗ്യയാണ്? കേൾക്കാൻ നമുക്കെന്ത് യോഗ്യതയാണ്? എത്ര നിസ്കാരമാണ് ചിട്ടയുള്ളത്? ഒരു 2 റക്അത്ത്, ഒരു 2 റക്അത്ത്, 100 വേണ്ട, 2 റക്അത്ത് നിസ്കാരം കൃത്യമായി ഒതുവെടുത്തുകൊണ്ട് പടച്ച റബ്ബിന്റെ മുന്നിൽ ഞാൻ നിസ്കരിച്ചിട്ടുണ്ട് എന്ന് ഉറപ്പ് പറയാൻ സാധിക്കുന്ന മുഅ്മിനുണ്ടോ? മുഅ്മിനത്തുണ്ടോ? പഠിച്ചു വെക്കണേ. നാളെ ആഖിറത്തിന് വേണ്ടി എന്ത് ചെയ്തടാ, എന്ത് ചെയ്തടി എന്ന് അള്ളാഹു നമ്മളോട് ചോദിച്ചാൽ ആ സമയത്ത് ഒരൊറ്റ പോക്കാണ്. പള്ളി കയറി അകത്തോട്ട് കയറി 2 റക്അത്ത് നിസ്കരിച്ചാൽ പോയി, ഇവന്റെ എല്ലാം പോകും. അതുകൊണ്ടാണ് കരിക്കാനേ അറിയില്ല, അത് വേറൊരു വിഷയം. മറ്റുള്ളവരെ നോക്കി മുമ്പിൽ നിൽക്കുന്നവനെ നോക്കിയിട്ടാണ് പഠിക്കുന്നത്. ഒന്നും വേണ്ട, അത് നമ്മളെ സാലിഹീങ്ങൾ ചേർക്കട്ടെ. അങ്ങനെ ഒന്ന് ചെയ്തു നോക്കിയേ, നിങ്ങൾ അങ്ങനെ ഒന്ന് ചെയ്തു നോക്കിയേ. ഈ ടോയ്ലറ്റ് കഴുകുക എന്നൊക്കെ പറയുന്നത് നിസ്സാരമായ കാര്യമല്ല. പള്ളിയുടെയൊക്കെ പ്രത്യേകിച്ച് അത് ചെയ്യുന്നവർക്ക് അതിൻ്റെതായ ഗുണങ്ങളുണ്ടാവും, ഉറപ്പാണ്. നിയ്യത്ത് നന്നായാല്, നിയ്യത്ത് നന്നാക്കണം. നിയ്യത്ത് നല്ലതെങ്കിലെന്തും ചെയ്യടോ, തൗഫീഖ് പിന്നിൽ നിന്ന് തള്ളിത്തരുമടോ. നിയ്യത്ത് നല്ലതെങ്കിലെന്തും ചെയ്യടോ, തൗഫീഖ് പിന്നിൽ നിന്ന് തള്ളിത്തരുമടോ. നല്ല നിയ്യത്ത് വെച്ചാൽ പടച്ച റബ്ബിന്റെ ഭാഗത്ത് നിന്ന് വലിയ തൗഫീഖ് കിട്ടും. അല്ലാഹു തൗഫീഖ് നൽകട്ടെ. നിസ്കാരം ഒന്ന് നിലനിർത്തി നോക്ക്, നിന്റെ എല്ലാ ദുശീലങ്ങളും മാറും, എല്ലാ ദുശീലങ്ങളും മാറും. 600 കോടിയുടെ ലഹരി മരുന്നാണ് ഈ കഴിഞ്ഞ 6 മാസത്തിനിടയിൽ കേരളത്തിലേക്ക് ഒഴുകിയെത്തിയത്. 600 കോടിയുടെ ലഹരി മരുന്ന്. 2584.5 കിലോഗ്രാം കഞ്ചാവാണ് ഇവിടെ പിടിക്കപ്പെട്ടത്. ഈ അടുത്ത് 2584.5 കിലോഗ്രാം കഞ്ചാവ്. MDMA എന്ന് പറയുന്ന സാധനം ലഹരി ഉൽപ്പന്നമാണ്. നാക്കിനടിയിലൊക്കെ വെച്ചാൽ 2 ദിവസത്തേക്ക് പിന്നെ റാഹത്താണ്, ഒന്നും അറിയണ്ട. എവിടെ വേണമെങ്കിലും ഇരുന്ന് ഉറങ്ങിക്കോളും, ഏത് വാതിലിന്റെ സദസ്സിലും കിറങ്ങി നിൽക്കും. അങ്ങനെ തൈറ്റാണ്.
കഴിഞ്ഞ 4 കൊല്ലമായിട്ട് വല്ലാതെ കേരളത്തിൽ കടന്ന് ഓടുന്ന ഐറ്റാണ്. ഇതൊക്കെ പേര് പറയാൻ പേടിയാണ്. പിന്നെ കുട്ടികൾ അത് അന്വേഷിച്ച് തന്നെ പോവും. അതാണ് അവസ്ഥ. ഒരു സാധനവും പറയാൻ പാടില്ല. അള്ളാഹു നമ്മുടെ മക്കളെയൊക്കെ സാലിഹ്യം ഉൾപ്പെടുത്തട്ടെ. 31.2 കിലോയാണ് അതിവിടെ പിടിക്കപ്പെട്ടത്. പിടിക്കപ്പെട്ടതിനാണ് കൈ പറയുന്നത് കേട്ടോ. അല്ലാതെ നിലവിൽ ഇവിടെ ഉള്ളതെന്ന് പറയാൻ നമ്മുടെ കയ്യിൽ അറിവില്ല. അതിനേക്കാൾ എത്രയോ ഇവിടെ വരുന്നുണ്ടാവും. പോലീസ് ഉദ്യോഗസ്ഥർ പിടിച്ചതിന്റെ കണക്കാണ് ഈ പറയുന്നത്. കഞ്ചാവും ഈ സാധനങ്ങൾ 62 കിലോളം ഹഷീഷ് ഇവിടെ പിടിച്ചിട്ടുണ്ട്. ഇതൊക്കെ ആരാ ഇവിടെ ഉപയോഗിക്കുന്നത്? ഒക്കെ പേര് നോക്കുമ്പോൾ പേരിന് കൗമിലൊരുത്തനുണ്ടാവും. പിടിക്കപ്പെടുന്നതിലെല്ലാം ബറക്കത്തിന്, അവിടെ ബറക്കത്തിന്റെ അഹ്ലുകാരുണ്ട്. സാലിഹായ ഒരു മനുഷ്യൻ എല്ലായിടത്തും വേണമല്ലോ. അള്ളാഹു നമ്മളെ കാത്ത് സംരക്ഷിക്കട്ടെ. എവിടെയാണ് സമൂഹത്തിന്റെ പോക്ക്? എവിടെയാണ് സമൂഹത്തിന്റെ പോക്ക്? കള്ളു കുടിക്കുന്നവരെത്രയോ അഹ്ലുകാർ. പക്ഷെ മലപ്പുറം ജില്ലയിൽ അൽഹംദുലില്ലാഹ് ഇപ്രാവശ്യത്തെ കണക്കിൽ ഏറ്റവും കുറവ് മലപ്പുറം ജില്ലക്കാരാണ്. കള്ളു കുടിക്കുന്ന ജില്ലയുടെ കണക്ക്, കള്ളു കുടിക്കുന്നവർ തീരെ ഇല്ല എന്നല്ല, ജില്ലയുടെ കണക്ക് വന്നപ്പോഴത്തേക്കും ഈ പ്രാവശ്യത്തെ കണക്ക് വന്നപ്പോൾ ഏറ്റവും കുറവ് മലപ്പുറം ജില്ലയിൽ. ജനസംഖ്യയിൽ ഏറ്റവും കൂടുതലുള്ള ജില്ലയാണ്, പക്ഷെ കള്ളുകുടിയിൽ വളരെ കുറവാണ്. പക്ഷെ ലഹരി ഉപയോഗങ്ങൾ രഹസ്യമായും പരസ്യമായും നടക്കുന്നുണ്ട്. പല സ്ഥലങ്ങളിലുമുണ്ട്. അതിന്റെ ഏജന്റുമാർ വർത്തിക്കുന്നുണ്ട്. ചെറുപ്പക്കാർക്കിടയിലുണ്ട്, സ്കൂളിലുണ്ട്, എത്രയോ സ്ഥലങ്ങളിൽ കോളേജുകളിലുണ്ട്. രഹസ്യവും പരസ്യമായിട്ട് കച്ചവടം നടത്തുന്നവരുണ്ട്. അതിനുവേണ്ടി നിൽക്കുന്ന ഏജന്റുമാരുണ്ട്. ചെറിയ കുട്ടികളെ അതിന് ഏജന്റായി വർത്തിക്കുന്ന ആളുകൾ ധാരാളമുണ്ട്. ഇതൊക്കെ മാറ്റണ്ടേ? അള്ളാഹു നമ്മുടെ മക്കളെയൊക്കെ സാലിഹ്യം ഉൾപ്പെടുത്തട്ടെ. മക്കളെയൊക്കെ ഒന്ന് ഇടയ്ക്ക് ശ്രദ്ധിച്ചോണേ. കുറേ കുട്ടികൾ അങ്ങോട്ടും ഇങ്ങോട്ടും കൂടുന്നുണ്ട്. നിങ്ങളുടെ കുട്ടികളൊക്കെ ഒന്ന് ശ്രദ്ധിച്ചോണേ. എല്ലാവരും അടുത്തടുത്ത് ഉണ്ടോ എന്ന് നോക്കിയേക്കണം. മലപ്പുറത്തായതുകൊണ്ട് പിന്നെ വിഷയമില്ല. അള്ളാഹു നമ്മുടെ മക്കൾക്കൊക്കെ ബറക്കത്ത് ചൊരിയട്ടെ, ഖൈർ പ്രദാനം ചെയ്യട്ടെ. എല്ലാവരെയും അള്ളാഹു സാലിഹ്യങ്ങൾ ചേർക്കട്ടെ. അങ്ങനെ ദ്വാരക്കണം. കുട്ടിയെ താന്നല്ല ദ്വാരക്കേണ്ടത്, സ്വാലിഹായ സന്താനത്തെ താ അള്ളാഹ്, അങ്ങനെ ദ്വാരക്കേണ്ടത്. ഒരുപാട് ആളുകൾക്ക് അത് തെറ്റുപറ്റിയിട്ടുണ്ട്. മക്കളില്ലാതെ വിഷമിച്ച വ്യക്തിയാണ് സയ്യിദുന ഇബ്രാഹിം നബി അലൈഹിസ്സലാം. ദുആ എന്തായിരുന്നു? റബ്ബി ഹബിലി മിനസ് സ്വാലിഹീൻ. ഖുർആന. സാലിഹായ കുട്ടിയെ താ അള്ളാഹ്, അങ്ങനെയാ ദുആ ഇരുന്നിട്ടുള്ളത്. അള്ളാഹു നമ്മുടെ മക്കളെ സ്വാലിഹീൻ ഉൾപ്പെടുത്തട്ടെ. മക്കളില്ലാതെ വിഷമിച്ച വ്യക്തിയാണ് സയ്യിദുന സക്കരിയ നബി അലൈഹിസ്സലാം. സൂറത്തു മറിയം തുടക്കം ഓതി നോക്കിൻ. സക്കരിയ നബി അലൈഹിസ്സലാമിന്റെ ചരിതമാണ് അള്ളാഹു തുടങ്ങുന്നത് തന്നെ. മറിയം ബീവി റളിയല്ലാഹു അൻഹയുടെ ഉമ്മയാകുന്ന ഹന്നത്ത് ബീവി റളിയല്ലാഹു അൻഹയുടെ സഹോദരിയെ വിവാഹം ചെയ്ത വ്യക്തിയാണ് ബഹുമാനപ്പെട്ട സക്കരിയ നബി അലൈഹിസ്സലാം. മക്കളില്ലാതെ വിഷമിച്ചു. അദ്ദേഹത്തിന്റെ ദുആ എന്താണ്? ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. കാഫ്ഹാ യാ ഐൻ സാദ്. ذكر رحمة ربك عبده زكريا إذ نادى ربه نداء خفيا قال رب إني وهن العظم مني واشتعل الرأس شيبا ولم أكن بدعائك رب شقيا. ബഹുമാനപ്പെട്ട സക്കരിയ നബി അലൈഹിസ്സലാമിന്റെ ചരിതം ഓതിക്കൊണ്ട സൂറത്തു മറിയമിലൂടെ അള്ളാഹു തുടക്കം കുറിക്കുകയാണ്. എന്റെ അടിമയാകുന്ന സക്കരിയയുടെ ചരിതം നബിയെ കേൾക്കണേ, പഠിക്കണേ. ബഹുമാനപ്പെട്ടവർ ദുആ ചെയ്യുകയാണ്. റബ്ബി ഹബിലി മിൻ ലദുൻക ദുർരിയതൻ ത്വയ്യിബതൻ. അല്ലാഹുവേ,
എനിക്കൊരു ത്വയ്യിബായ പരിശുദ്ധനായ സാലിഹായ പൊന്നുമോനെ തരണേ അല്ലാ, സാലിഹായ പൊന്നുമോനെ നൽകണേ അല്ലാ. ബഹുമാനപ്പെട്ട സക്കരിയ നബി അലൈഹിസ്സലാം മഹദിയാകുന്ന മറിയം ബീവി റളിയല്ലാഹു അൻഹയുടെ കഫാലത്ത് ഏറ്റെടുത്ത വ്യക്തിയാണ്. വിശാലമായ ചരിത്രമാണ്, വിശാലമായ ചരിത്രം. സമയമില്ല, ഒരുപാട് കാര്യത്തിലേക്ക് പോകും. മറിയം ബീവി റളിയല്ലാഹു അൻഹയെ ഗർഭം ധരിച്ചു ഹന്നത്ത് ബീവി റളിയല്ലാഹു അൻഹ. മഹദി അവറുകൾ നേർച്ചയാക്കി, എന്റെ വയറ്റിലുള്ള കുട്ടിയെ ബൈത്തുൽ മുഖദ്ദസിന്റെ പരിപാലനത്തിന് വേണ്ടി ഞാനിതാ നേർച്ചയാക്കുന്നു, വയറ്റിൽ കിടക്കുമ്പോൾ തന്നെ. പക്ഷെ കുട്ടി പ്രസവിച്ചപ്പോഴത്തേക്കും എന്താണ്, ആണല്ല പെണ്ണാണ്. അവിടെ തന്നെ സുന്നത്തെ ജമാഅത്ത് തെളിഞ്ഞു, പള്ളിയിലേക്ക് ആരെയാണ് പോകുക, പുരുഷനാണ് പോവുക. കാരണം അത് മറിയം ബീവി റളിയല്ലാഹു അൻഹയെ പ്രസവിച്ചപ്പോ ഉമ്മയാകുന്ന ഹന്നത്ത് ബീവി റളിയല്ലാഹു അൻഹ ഒരു പരിഭവം അവിടെ പറഞ്ഞത് ഖുർആൻ എടുത്ത് പറയുന്നുണ്ട്. റബ്ബി ഇന്നി വദഅതുഹാ ഉൻസ, അല്ലാഹുവേ ഞാൻ പ്രസവിച്ചത് പെണ്ണാണല്ലോ എന്ന് പറയുന്നുണ്ട്. പക്ഷെ ആ നേർച്ച വീടുകാൻ പള്ളിയിലേക്ക് ബൈത്തുൽ മുഖദ്ദസിന്റെ പരിപാലനത്തിന് വേണ്ടി നേർച്ച വിട്ടു. ഈ കുട്ടിയെ നോക്കാൻ വേണ്ടി 30ഓളം ആളുകൾ വന്നു എന്നാണ് ചരിത്രം കാണാം. 27 എന്നുണ്ട്, 30 എന്നുണ്ട്, 30ഓളം ആളുകൾ. ആ നാട്ടുകാരും എല്ലാവരും വന്നു. ഈ കുട്ടിയുടെ കഫാലത്ത് എന്നുള്ള പദം ആദ്യമായി പറയുന്നത് അവിടെയാണ്. ഖുർആൻ ഞങ്ങൾ ഏറ്റെടുക്കാം, കുട്ടിയുടെ കാര്യം ഞങ്ങൾ നോക്കാം എന്ന് പറഞ്ഞ് ഓരോരുത്തരും കടന്നു വന്നു. ആ പള്ളിയിലെ ചീഫ് ഇമാമായിട്ട് നിലകൊള്ളുന്ന വ്യക്തിയാണ്, ബൈത്തുൽ മുഖദ്ദസിലെ അന്നത്തെ ഇമാമാണ് ആര്, സയ്യിദുനാ സക്കരിയ നബി അലൈഹിസ്സലാം. അദ്ദേഹം പറഞ്ഞു, ഖുർആന്റെ ചരിത്രമാട്ടെ ഇത്, ഖുർആന്റെ ചരിത്രം ഞാൻ വളരെ ചുരുക്കി പറഞ്ഞു പോവാണ്, വേഗം പറയാം. അദ്ദേഹം പറഞ്ഞു ഞാൻ നോക്കിക്കോളാം. അങ്ങനെ ഈ 30 പേരോടൊപ്പം അദ്ദേഹം ഉണ്ട്. എല്ലാവരും ഇങ്ങനെ പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും ഞങ്ങൾ നോക്കാമെന്ന് പറഞ്ഞപ്പോൾ അവസാനം തീരുമാനമെത്തി നറുക്കിടാൻ വേണ്ടി നിന്നത് എല്ലാവരും അവരവരുടെ കയ്യിലുള്ള പേന എടുക്കാൻ പറഞ്ഞു. പ്ലാസ്റ്റിക് പേനയൊന്നും അല്ല, അല്ലാത്ത നല്ല പേന എടുത്ത് നദിയിലേക്ക് എറിയാൻ. ആരുടെ പേനയാണോ കരയിലേക്ക് തിരിച്ചു വരുന്നത് അവർക്ക് മറിയം ബീവി റളിയല്ലാഹു അൻഹയെ നോക്കാനുള്ള അനുവാദം. അങ്ങനെ എല്ലാവരും പേന എടുത്തു, 30 പേരും. സക്കരിയ നബി അലൈഹി ഇസ്ലാമും പേന എടുത്തു. സക്കരിയ നബിയുടെ ബന്ധുവും കൂടിയാണ്. പേന ഇട്ടു. എല്ലാവരുടെയും പേന വെള്ളത്തിലൂടെ അങ്ങ് പോയി, തിരിച്ചു വന്നിട്ടില്ല, മുങ്ങിപ്പോയിട്ടുണ്ട്. സക്കരിയ നബി അലൈഹി ഇസ്ലാമിന്റെ പേന തിരിച്ച് കരയിലേക്ക് വന്നടിഞ്ഞു. ബഹുമാനപ്പെട്ടവർ കുട്ടിയെ ഏറ്റെടുത്തു. മറിയം ബീവി റളിയല്ലാഹു അൻഹയ്ക്ക് പള്ളിയുടെ ഒരു മൂലയിൽ തന്നെ മനോഹരമായ നിലയിൽ ഒരു പർണശാല, ഇബാദത്തിന് വേണ്ടിയുള്ള ഒരു സൗകര്യം ഏർപ്പെടുത്തി. ഇതൊക്കെ ഖുർആൻ പറയാണ്, മനോഹരമായ ചരിത്രം. അതുകൊണ്ടല്ലേ ഒരു പെണ്ണിന്റെ പേരിൽ അള്ളാഹു ഒരു സൂറത്ത് തന്നെ വെച്ചത്, സൂറത്തു മറിയം. സ്ത്രീകളെ എത്രത്തോളം പരിഗണിക്കുന്നുണ്ട് ഖുർആൻ. പെണ്ണിന്റെ പേരിൽ ഒരു സൂറത്ത്. നല്ലതുപോലെ പഠിക്കണം. നമ്മൾ മറിയം ബീവിയെ കുറിച്ച് നല്ലതുപോലെ പഠിക്കണം. അള്ളാഹു തൗഫീഖ് നൽകട്ടെ. പഠിക്കേണ്ട സ്ത്രീയാണ്, സൂക്ഷ്മത വെച്ച സ്ത്രീയാണ്, സംശുദ്ധത പുലർത്തിയ സ്ത്രീയാണ്. ആ മറിയം ബീവി റളിയല്ലാഹു അൻഹയുടെ അടുക്കലേക്ക് ബഹുമാനപ്പെട്ടതാകുന്ന സക്കരിയ നബി അലൈഹിസ്സലാം എന്ന ബന്ധു, ആ കുട്ടിയുടെ കഫാലത്ത് ഏറ്റെടുത്തതാകുന്ന ബഹുമാനപ്പെട്ടവർ ഭക്ഷണവുമായിട്ട് ചൊല്ലുമ്പോഴൊക്കെ അവിടെ ചെല്ലുമ്പോൾ മഹദി അവറുകൾ നല്ല ബലങ്ങൾ കഴിച്ചുകൊണ്ടിരിക്കുകയാണ്. ഓൾറെഡി ഫുഡ് കഴിച്ചുകൊണ്ടിരിക്കുകയാണ്. അതിശക്തമാകുന്ന ചൂടുള്ള കാലഘട്ടത്തിൽ മാത്രം വിളയുകയും കിട്ടുകയും ചെയ്യുന്നതാകുന്ന കായികനികൾ, ബലങ്ങൾ നല്ല തണുപ്പുള്ള കാലഘട്ടത്തിൽ മഹദി അവറുകളുടെ കയ്യിലുണ്ട്. തണുപ്പുള്ള കാലഘട്ടത്തിൽ മാത്രമേ കിട്ടുള്ളൂ. അങ്ങനത്തെ ചില കായികനികൾ ചൂടുള്ള കാലഘട്ടത്തിൽ ചെല്ലുമ്പോഴും മഹദി അവറുകൾ കൈവശം കാണാം. ഇതെങ്ങനെയാ? അന്നാലക്കി ഹാദാ, നിനക്കെവിടുന്ന പെണ്ണ ഇത്? സക്കരിയ നബി അലൈഹി സ്വലാം ചോദിച്ചു. ഖുർആനാണ്, ഞാൻ വിശദീകരിക്കുന്നതിന് ആയത്തോതി പറയാനാണെങ്കിൽ ഒരുപാടുണ്ട്. അപ്പോൾ മഹദി അവറുകൾ പറഞ്ഞു, ഹുവ മിൻ ഇൻദില്ലാഹി, ഇത് അല്ലാഹു എനിക്ക് നൽകിയതാണ്, പടച്ച റബ്ബിൽ നിന്ന് എനിക്ക് കിട്ടിയതാണ്. സക്കരിയ നബി അലൈഹിസ്സലാമിന് മനസ്സിലായി, ഈ സ്ഥലം ഒരു നിസാരമായ സ്ഥലമല്ല. മറിയം ബീവി റളിയല്ലാഹു അൻഹ ഇബാദത്തെടുക്കുന്ന ഈ പവിത്രമായ സ്ഥലം മലക്കുകളുടെ സാന്നിധ്യമുള്ള സ്ഥലമാണ്. കാരണം അള്ളാഹുവിന്റെ സൗദത്തിൽ നിന്ന് ഫലങ്ങൾ കൊണ്ടുവരണമെങ്കിൽ ആര് കൊണ്ടുവരണം? മലക്കുകൾ കൊണ്ടുവരണം. അപ്പൊ മലക്കുകൾ ഇറങ്ങുന്ന സ്ഥലമാണ്. ഇവിടെ ഇരുന്ന് ദുആ ചെയ്താൽ ഇജാബത്ത് ഉറപ്പാണ്. അതുകൊണ്ട് മക്കളില്ലാതെ വിഷമിച്ച സക്കരിയ നബി അലൈഹിസ്സലാം ആ ബറക്കത്താക്കപ്പെട്ട സ്ഥലം ഉപയോഗപ്പെടുത്തിയിട്ട് ദുആ ചെയ്യുകയാണ്. അതാണ് സുന്നികൾ ചെയ്യുന്നത്. ഇബ്രാഹിം നബി അലൈഹി സ്വലാമിന്റെ പാദസ്പർശം കൊണ്ട് അനുഗ്രഹീതമായ മഖാം ഇബ്രാഹിമിന്റെ പിന്നിൽ നിന്നുകൊണ്ട് നിസ്കരിക്കുന്നു, ദുആ ചെയ്യുന്നു, പ്രാർത്ഥിക്കുന്നു.
മറിയം ബീബി റളിയല്ലാഹു അൻഹയുടെ പാദസ്പർശം കൊണ്ട് അനുഗ്രഹീതമായ സ്ഥലം, ഇബാദത്തെടുത്തതായ സ്ഥലം, തഖ്വ ചെയ്തുകൊണ്ട് പരിശുദ്ധമായ നിസ്കാരങ്ങൾ നിർവഹിച്ചുകൊണ്ട് പടച്ചറബിലേക്ക് കണ്ടമെഴുതിക്കൊണ്ട് ദുആ ചെയ്തപ്പോ തനിക്കുറപ്പായിട്ടും ഉത്തരം ഈ സ്ഥലം കിട്ടും, ഇവിടെ മലക്കുകളുടെ സാന്നിധ്യമുണ്ട്. കാരണം അതിശക്തമാകുന്ന ചൂടുള്ള കാലഘട്ടത്തിൽ മാത്രം ലഭിക്കുന്ന കായ്കനികൾ തണുപ്പുള്ള കാലഘട്ടത്തിൽ മഹദിവറുടെ കൈവശം കൊടുത്തത് അള്ളാഹുവാണ് എന്ന് മഹദിവറുകൾ സാക്ഷ്യം വഹിക്കുന്നുണ്ട് എങ്കിൽ അള്ളാഹുവിൻ്റെതാകുന്ന സാന്നിധ്യം അഥവാ മലക്കിന്റെ സാന്നിധ്യം ഈ റൂമിലുണ്ട്, ഈ സ്ഥലത്തുണ്ട് എന്ന് വിശ്വസിച്ചുകൊണ്ട് ബഹുമാനപ്പെട്ട സക്കരിയ നബി അലൈഹിസ്സലാം ഹുനാലിക ദഅ സക്കരിയ റബ്ബ, ഖുർആൻ പറയുന്നു അവിടെ വെച്ചുകൊണ്ട് ദുആ ചെയ്തു സക്കരിയ നബി അലൈഹിസ്സലാം തന്റെ റബ്ബിനോട്. അങ്ങനെയാണ് ഖുർആൻ പറയുന്നത്. അവിടെ വെച്ച് ദുആ ആയിരുന്നു. എന്തിന്? കുട്ടികളില്ലാതെ വിഷമിച്ചത് അല്ലാഹു കുട്ടിയെ തരണേ അല്ലാഹ് എന്ന് ദുആ ആയിരുന്നു. هنالك دعا زكريا ربه قال رب هب لي من لدنك ذرية طيبة إنك سميع الدعاء. അല്ലാഹുവേ, പടച്ച റബ്ബേ, എനിക്ക് സാലിഹായ പരിശുദ്ധനായ കുട്ടിയെ നൽകണേ അല്ലാ, കുട്ടിയെ നൽകണേ അല്ലാ. ഫനാദതുഹുൽ മലായിക വഹുവ ഖായിമുൻ യുസല്ലി ഫിൽ മിഹ്റാബ് അന്നല്ലാഹ യുബശ്ശിറു بيحيى مصدقا بكلمة من الله وسيدا وحصورا ونبيا من الصالحين. ബഹുമാനപ്പെട്ട സക്കരിയ നബി അലൈഹിസ്സലാം പടച്ച റബ്ബിനോട് ദുആ ചെയ്തു. നിസ്കരിച്ചുകൊണ്ടിരുന്ന സക്കരിയ നബി അലൈഹിസ്സലാമിനോട് അല്ലാഹു സുബ്ഹാനഹു വ തആല മലക്കുകൾ മുഖേന സന്തോഷവാർത്ത അറിയിക്കുകയാണ്. യാ സക്കരിയ, അല്ലയോ സക്കരിയ നബിയേ, ഇന്നാ നുബശ്ശിറുക ബിഗുലാം ഇസ്മുഹു യഹ്യാ. നിങ്ങൾക്ക് നാം ഒരു മകനെ കൊണ്ട് സന്തോഷവാർത്ത അറിയിക്കുകയാണ്. ആ മകന്റെ പേര് യഹ്യ എന്നാണ്. യഹ്യ എന്നാണ്. ലം നജഅൽ ലഹു മിൻ ഖബ്ലു സമീയാ. മുമ്പ് നാം ഇതുപോലൊരു പേര് ഒരാൾക്കും നാം നാമകരണം ചെയ്തിട്ടില്ല. ആദ്യമായിട്ടാണ് യഹ്യ എന്ന ഒരാൾക്ക് പേര് വെക്കപ്പെടുന്നത്. അത് നിങ്ങളുടെ മകനാണ്, മകനാണ്. നോക്കൂ നിങ്ങൾ പ്രിയപ്പെട്ട മുഅ്മിനീങ്ങളെ, പഠിച്ചു വെക്കേണ്ട പാഠമാണ്. മക്കളില്ലാതെ വിഷമിക്കുന്നവരെ, മക്കളില്ലാതെ നൊമ്പരപ്പെടുന്ന പ്രിയപ്പെട്ട സഹോദര സഹോദരി, നേർച്ചകൾ നേരുന്നവരെ, ദുആ ചെയ്യുന്നവരെ, ഈ ദുആ നിങ്ങളുടെ ഹൃദയത്തിൽ ഒന്ന് കൊള്ളണേ. റബ്ബി ഹബിലി മിനസ്സാലിഹീൻ, സാലിഹായ കുട്ടിയെ നൽകണേ അല്ലാഹ്. അങ്ങനെ ദുആ ചെയ്ത് ശീലിക്കണം. അങ്ങനെ തന്നെ ദുആ ചെയ്യണം. വേറെ ഒന്നിലേക്കും പോകരുത്. എത്ര കൊല്ലം കഴിഞ്ഞാലും അങ്ങനെ ദ്വാരിക്കണം. കാരണം ചിലപ്പോൾ റബ്ബ് നിനക്ക് കുട്ടിയെ തരാതെ പരീക്ഷിക്കുന്നത് എന്താ? ആ കുട്ടി നിനക്ക് ഇടങ്ങേറുണ്ടാക്കുന്നതാകാം. وأما الغلام فكان أبواه مؤمنين فخشينا أن يرهقهما طغيانا وكفرا وأما الجدار فكان لغلامين يتيمين وكان تحته كنز لهما وكان أبوهما صالحا. ബഹുമാനപ്പെട്ടതാകുന്ന ഖദർ അലൈഹിസ്സലാമിന്റെ അടുക്കലേക്ക് വിജ്ഞാനം പഠിക്കാൻ വേണ്ടി അള്ളാഹു പറഞ്ഞയച്ചതായ മൂസാ നബി അലൈഹിസ്സലാമുമായി ഖദർ അലൈഹിസ്സലാം ചെന്നുകൊണ്ട് അന്താക്കിയ പട്ടണത്തിലേക്ക് ചെല്ലുമ്പോ അവിടെ വെള്ളം കൊടുക്കാതെ നിലകൊണ്ട
അവരെ സൽക്കരിക്കാതെ നിലകൊണ്ടതായ ജനസമൂഹത്തെയാണ് കാണുന്നത്. അവർക്കിടയിൽ പാവപ്പെട്ടതാകുന്ന യതീമീങ്ങളാകുന്ന 2 കുട്ടികളുടെ മനോഹരമാകുന്ന കുടുംബത്തിന്റെ പൊളിഞ്ഞു വീഴാറായി നിലകൊള്ളുന്നതായ മതില് ബഹുമാനപ്പെട്ടവർ മൂസാ നബിയോടൊപ്പം ചേർന്ന് നിന്നുകൊണ്ട് പണിതു കൊടുക്കുകയാണ്. ഖളിർ അലൈഹിസ്സലാം എല്ലാം കഴിഞ്ഞുകൊണ്ട് തിരിച്ചു പോകുമ്പോ ഒന്നും നൽകാത്തതാകുന്ന ഈ നാട്ടുകാർക്കിടയിൽ എന്തിനാണ് ഇങ്ങനെ സേവനം ചെയ്യുന്നത് എന്ന് അക്ഷമയോടുകൂടി മൂസാ നബി അലൈഹിസ്സലാം ചോദിക്കുമ്പോ സൂറത്തുൽ കഹ്ഫിലൂടെ അള്ളാഹു പഠിപ്പിക്കുകയാണ്. ഖളിർ അലൈഹിസ്സലാം കൊടുക്കുന്ന മറുപടി വഅമ്മൽ ജിദാറു ഫകാന ലിഗുലാമൈനി യതീമൈൻ. ഈ പൊളിഞ്ഞു വീഴാറായി നിൽക്കുന്നതായ ഈ മതില് അതിന്റെ ഉടമസ്ഥത ആരെന്നറിയുമോ? 2 യതീമീങ്ങളാകുന്ന പാവപ്പെട്ടതാകുന്ന അനാഥ മക്കളുടേതാണ്. വകാന തഹ്തഹു കൻസുൽ ലഹുമാ. ആ മതിലിന്റെ താഴ്ഭാഗത്ത് അവരുടെ പ്രിയപ്പെട്ട ഉപ്പയായ സാലിഹായ മനുഷ്യന് കുഴിച്ചിട്ടതായ നിധികളുണ്ട്. ആ മതിലിപ്പോൾ പൊളിഞ്ഞു പോയാൽ അനർഹമായ കരങ്ങളിൽ അത് എത്തിപ്പെടാൻ ചാൻസ് ഉണ്ട്. ഈ കുട്ടികൾ വളർന്ന് വലുതാകുമ്പോൾ മാത്രമേ ഈ മതിൽ പൊളിഞ്ഞു വീഴാൻ പാടുള്ളൂ. എങ്കിലേ കുട്ടികളുടെ കൈവശം അത് ലഭിക്കുകയുള്ളൂ. ഞാനിത് കൊടുക്കാനുള്ള കാരണം വകാന അബൂഹുമാ സാലിഹാ. ഈ യതീമീങ്ങളാകുന്ന മക്കളുടെ പിതാവ് സാലിഹായിരുന്നു. വകാന അബൂഹുമാ സാലിഹാ. യതീമീങ്ങളാകുന്ന ഈ 2 കുട്ടികളുടെ പിതാവ് സാലിഹായ മനുഷ്യനായിരുന്നു. സാലിഹാണോ നിന്റെ കാര്യങ്ങൾ മുഴുവനും അല്ലാഹു ഏറ്റെടുക്കുമേ എന്ന് വിശുദ്ധമായ ഖുർആൻ. ഇന്ന വലിയല്ലാഹുല്ലദീ നസ്സലൽ കിതാബ വഹുവ യതവല്ലസ്സാലിഹീൻ. അല്ലാഹു സുബ്ഹാനഹു വ തആല സാലിഹീങ്ങളുടെ കാര്യങ്ങൾ പടച്ച റബ്ബ് ഏറ്റെടുക്കും. തീർച്ചയാണ്. വിഷമിക്കണ്ട മുഅ്മിനേ. കൊറോണ വന്നാലും ഒമിക്രോൺ വൈറസ് കൊണ്ട് വന്നാലും ഏതൊക്കെ ബുദ്ധിമുട്ടുകളും വ്യാധികളും നിനക്കുണ്ടായാലും ഏതെല്ലാം നിലക്ക് നീ തകർന്നാലും ഏതൊക്കെ ശത്രുക്കൾ നിനക്കെതിരിൽ തിരിഞ്ഞാലും അല്ലാഹു നിന്നെ ഏറ്റെടുക്കുമേ. ഇല്ലാഹു യതവല്ല സാലിഹീൻ വല്ലാഹു യതവല്ല സാലിഹീൻ. ഈ ലോകത്തിന്റെ തമ്പുരാനായ ജഗന്നിയന്താവായ പരിപാലകനാകുന്ന പടച്ച റബ്ബ് നിന്നെ ഏറ്റെടുക്കുമെന്നുള്ള ഉറച്ച വിശ്വാസം മുഅ്മിനത്തെ നിന്റെ ഹൃദയത്തിൽ ഉണ്ടാവണേ. വമാ മിൻ ദാബത്തിൻ ഫിൽ അർദ് ഇല്ലാ അലല്ലാഹി റിസ്ഖുഹാ ويعلم مستقرها ومستودعها كل في كتاب مبين. ഈ ലോകത്തുള്ള സർവ്വ സൃഷ്ടിജാലങ്ങൾക്കും ആഹാരം നൽകുന്നവൻ അവനാണ്. ഈ ലോകത്തുള്ള സർവ്വ ജീവജാലങ്ങൾക്കും ആഹാരം നൽകാൻ എബിലിറ്റി ഉള്ളവനും കഴിവുള്ളവനും അല്ലാഹു അത്രേ. ആ പടച്ച റബ്ബിനെ മറന്നുകൊണ്ട് നീ ജീവിക്കല്ലേ ചെറുപ്പക്കാരാ. നിന്റെ കള്ളുകൂടി നീ ഒഴിവാക്കണേ. നിന്റെ സിനിമ കാണൽ ഒഴിവാക്കണേ. ഓൺലൈൻ വിദ്യാഭ്യാസത്തിലേക്ക് വന്നപ്പോ 10ാം ക്ലാസ്സിൽ പഠിക്കുന്ന പൊന്നുമോള് അന്യരാകുന്ന കാമുകന്മാരുമായി രഹസ്യമായി ചാറ്റിംഗ് നടത്താൻ തുടങ്ങിയില്ലയോ? പരസ്യമായി പോലും വാപ്പയും ഉമ്മയും കബളിപ്പിച്ചുകൊണ്ട് മോശപ്പെട്ട സിനിമകൾ കാണുന്നതാകുന്ന മക്കളായി മാറിയില്ലയോ? അന്യരാകുന്ന പരപുരുഷന്മാരുമായി ബന്ധപ്പെടാൻ തയ്യാറാകുന്ന ആളുകളല്ലയോ? ഒളിച്ചോടാൻ വേണ്ടി നിലകൊള്ളുന്ന എത്രയോ മുസ്ലിം അംഗമാര് ചെറുപ്പക്കാരില്ലയോ? 4 പ്രസവിച്ചിട്ട് പോലും തന്റെ പ്രിയപ്പെട്ട മക്കളെ തനിക്ക് വിജാപം നൽകി വളർത്തിയ മാതാപിതാക്കളെ തനിക്കെല്ലാമായിരുന്ന പ്രിയപ്പെട്ട ഭർത്താവിനെ തള്ളി പറഞ്ഞുകൊണ്ട് ഇന്നലെ കണ്ട കാമുകനോടൊപ്പം ഒളിച്ചോടാൻ വേണ്ടി വെമ്പൽ കൊള്ളി നിൽക്കുന്നതായ പെങ്ങളെ, നീ പരിശുദ്ധമായ ദീനൊന്ന് മുറുകെ പിടിക്കണേ.
സാലിഹാകാൻ വേണ്ടി പരിശ്രമിക്കണേ. മറിയം ബീബി റളിയല്ലാഹു അൻഹയുടെ ജീവിതം നീ ഒന്ന് പഠിക്കണേ. പരിശുദ്ധമായ ഖുർആൻ സൂറത്തു മറിയമിലൂടെ അല്ലാഹു ഉറപ്പെടുത്തുകയാണ്, വദ്കുർ ഫിൽ കിതാബി മറിയം. മറിയമിനെ കുറിച്ചൊന്ന് പഠിക്കണേ നബിയേ, അനുസ്മരിക്കണേ നബിയേ. മലപ്പുറത്തുള്ള മക്കൾക്കൊന്ന് പറഞ്ഞു കൊടുക്കണേ, പറഞ്ഞു കൊടുക്കണേ. ആരെന്നറിയുമോ? ഇദൻ തബദത് മിൻ നഖ്ലിഹാ മകാന ശർഖിയാ ഫത്തഖദത് മിൻ ദൂനിഹിം ഹിജാബാ. ജനങ്ങളിൽ നിന്ന് ഒതുങ്ങി മാറി പടച്ച റബ്ബിലേക്ക് മുഴുകി ജീവിച്ചുകൊണ്ട് തഖ്വയിൽ അധിഷ്ഠിതമായ ജീവിതം നയിച്ച് ഈ ലോകത്തിന്റെ തമ്പുരാനായ പടച്ച റബ്ബിനെ വാഴ്ത്തം മാറ്റിക്കൊണ്ട് ഇബാദത്തെടുത്തുകൊണ്ട് തഖ്വയിൽ അധിഷ്ഠിതമായ ജീവിതം നയിച്ച പാവപ്പെട്ടതായ സാലിഹത്താകുന്ന മറിയം ബീബിയുടെ റൂമിലേക്ക് ഇതാ ഒരു പുരുഷൻ കടന്നു വരുകയാണ്. അതേ ജിബ്രീൽ അലൈഹിസ്സലാം, മലക്കാകുന്ന ജിബ്രീൽ മനുഷ്യന്റെ രൂപത്തിൽ കടന്നു വരുകയാണ്. ഫത്തഖദത് മിൻ ദൂനിഹിം ഹിജാബാ ഫഅർസൽനാ ഇലൈഹാ റൂഹനാ ഫതമസ്സല ലഹാ ബശറ സവിയാ. മനുഷ്യന്റെ രൂപത്തിൽ, പൂർണ്ണനായ മനുഷ്യന്റെ രൂപത്തിൽ മറിയം ബീവിയുടെ റൂമിനുള്ളിലേക്ക് കടന്നു വന്നതാകുന്ന ജിബ്രീലിനോട് മനുഷ്യന്റെ കോലം കണ്ടപ്പോൾ മഹദിയാകുന്ന മറിയം ബീവി ഉടനെ പറഞ്ഞു അത്രേ, അഊദു ബിർറഹ്മാനി മിൻക ഇൻ കുൻത തഖിയാ. കാരുണ്യവാനായ ജഗന്നിയന്താവായ പരിപാലകനോട് നിന്നെ കൊണ്ട് ഞാൻ ശരണം തേടുകയാണ്, കാവല തേടുകയാണ്. സുന്ദരനും സുമകനുമാകുന്ന ചെറുപ്പക്കാരനെ ഒറ്റക്കൊരു റൂമിൽ കിട്ടിയപ്പോൾ തന്റെ ഇംഗിതം നിറവേറ്റാൻ തുനിയുകയല്ല, മറിച്ചവനെ ഇറക്കി വിടുകയാണ്. ഇൻ കുൻത തഖിയാ, നീ അല്ലാഹുവിനെ പേടിക്കുന്നവനാണ് എങ്കിൽ ഇറങ്ങിപ്പോകണേ എന്ന് മറിയം ബീബി റളിയല്ലാഹു അൻഹ പറഞ്ഞുവെങ്കിൽ മലപ്പുറത്തെ പെങ്ങളെ പഠിച്ചു വെക്കേണ്ട പാഠമാണ്, പാഠമാണ്. ആ മറിയമിനെ കുറിച്ചാണ് ഖുർആൻ പറഞ്ഞത്, യാ മറിയമോ, അല്ലയോ മറിയമേ, മറിയമേ, ഇന്നല്ലാഹ അസ്തഫാകി, അല്ലാഹു നിന്നെ തെരഞ്ഞെടുത്തിരിക്കുന്നു, വതഹറകി, അല്ലാഹു നിന്നെ പരിശുദ്ധിപ്പെടുത്തിയിരിക്കുന്നു, നിന്നെ സാലിഹത്തായ പെണ്ണായി അല്ലാഹു തെരഞ്ഞെടുത്തിരിക്കുന്നു. കാരണം നിന്നെ പോലെ ജീവിതം നയിച്ച ഒരു പെണ്ണ് ലോകത്തില്ല, ലോകത്തില്ല. ആരോരുമില്ലാത്ത സ്ഥലത്ത് അല്ലാഹു അല്ലാതെ മറ്റാരും ദർശിക്കൂല എന്ന് ഉറപ്പുള്ളതാകുന്ന ഒരു റൂമിലേക്ക് ഇതാ അന്യരാകുന്ന ഒരു പുരുഷൻ വന്നപ്പോഴും ആ പുരുഷനെ ഇറക്കിവിടാൻ ധൈര്യം കാണിച്ച പെണ്ണേ, വസ്തഫാകി അലാ നിസായിൽ ആലമീൻ. ഈ കാലഘട്ടത്തിലെ ജനങ്ങൾക്ക് മുന്നിൽ നിങ്ങൾക്ക് ഒരു വലിയ മാതൃകയാണ്, നിങ്ങളൊരു പ്രസ്ഥാനമാണ് എന്ന് തെളിയിച്ചിരിക്കുകയാണ്, തെളിയിച്ചിരിക്കുകയാണ്. വസ്തഫാകി അലാ നിസായിൽ ആലമീൻ. ഇനി വരാനിരിക്കുന്ന ജനകോടികൾക്ക്, മനുഷ്യ മക്കൾക്ക്, വിശ്വാസിനികൾക്ക് മാതൃകയാണ് നിങ്ങൾ. നിങ്ങളുടെ ജീവിതം അവർ പഠിക്കാൻ ഉപയുക്തമായ നിലയിൽ ഖുർആനിൽ അല്ലാഹു അടയാളപ്പെടുത്തുകയാണ്. ആ മറിയം ബീവിയെ മറന്നിട്ട് പെങ്ങളെ എവിടേക്കാണ് നിന്റെ ജീവിതം? വാപ്പയറിയാതെ ഉമ്മയറിയാതെ രഹസ്യമായി പോയി അന്യരാകുന്ന പരപുരുഷന്മാരുമായി ബാംഗ്ലൂരിലും എറണാകുളത്തും മലപ്പുറത്തിന്റെ മണ്ണിലും പെരിന്തൽമണ്ണ അങ്ങാടിയിലുമൊക്കെ കറങ്ങി നടക്കുന്നതായ പെങ്ങളെ, ആഖിറത്തെ കുറിച്ച് ചിന്തയില്ലയോ, ചിന്തയില്ലയോ? നിനക്ക് ആഖിബത്ത് മോശമാകുമെന്നുള്ള ഭയപ്പാടില്ലയോ, ഭയപ്പാടില്ലയോ? നിന്റെ ഉമ്മയുടെ ജീവിതം എന്തേ നീ കൊണ്ടുവരാതെ പോയത്? നിന്റെ മാതാപിതാക്കളുടെ മനോഹരമാകുന്ന ജീവിതം എന്തേ നിന്റെ ജീവിതത്തിൽ നടത്തി മാറ്റിയത്? നിന്റെ നിസ്കാരം എവിടെയാണ്? നീ എവിടെയാണ് നോമ്പനുഷ്ഠിച്ചത്? നീ ആർക്കാണ് കണ്ണീര്
തപ്പിയത്, നീ കണ്ടതും ഹറാമാണ്, നീ കേട്ടതും ഹറാമാണ്, നീ പിടിച്ചതും ഹറാമാണ്, നീ നടന്നതും ഹറാമാ. നിന്റെ ജീവിതം മുഴുവനും അനാവശ്യമായ തലത്തിലേക്ക് പോയവളാണ്. ആഖിറത്തെ ചിന്തിച്ചുകൊണ്ട് പടച്ച റബ്ബിനെ ഓർത്തുകൊണ്ട് അല്ലാഹുവിലേക്ക് തിരിഞ്ഞൊന്ന് മടങ്ങണേ. തൗബ ചെയ്തൊന്ന് പടച്ച റബ്ബിലേക്ക് പൊട്ടിക്കരയാനുള്ള അവസരമാണ്. അല്ലാഹുവേ, എന്റെ കണ്ണുകൊണ്ട് ഞാൻ ഹറാമ കണ്ടവനാണ് അല്ലാ, ഹറാമ കാതുകൊണ്ട് കേട്ടവനാണ് അല്ലാ, കൈകൊണ്ട് ഹറാമായ തലത്തിലേക്ക് കൊണ്ടുപോയവനാണ് അല്ലാ, കാലുകൊണ്ട് ഹറാമായ തലത്തിലേക്ക് നടന്ന് നീങ്ങിയവനാണ് റബ്ബേ. എനിക്ക് നീ പുറത്തു നൽകണേ അല്ലാ, നീ മാപ്പ് ചെയ്യണേ അല്ലാ എന്ന് പടച്ച റബ്ബിലേക്ക് പൊട്ടിക്കരയേണ്ട മജ്ലിസാണ്. ഇത് ബദരീങ്ങളെ അനുസ്മരിച്ച മജ്ലിസാണ്. അല്ലാഹുവിന്റെ ഔലിയാക്കളാകുന്ന അഹ്മദുൽ കബീർ റിഫായി തങ്ങളെ അനുസ്മരിച്ചതായ മജ്ലിസാണ്. മഹാന്മാരാകുന്ന മഹത്തുക്കളാകുന്ന സമസ്തയുടെ സമുന്നതരാകുന്ന പണ്ഡിത നേതൃത്വങ്ങൾ കടന്നു വന്ന മജ്ലിസാണ്. ഉലമാക്കൾ അനവധിയുള്ള മജ്ലിസാണ്. ഉമറാക്കൾ കടന്നു വന്ന മജ്ലിസാണ്. അതുകൊണ്ട് തന്നെ മലായികത്തുകൾ കാരുണ്യം ചൊരിയപ്പെടുന്നതായ മജ്ലിസാണ്. ഈ മജ്ലിസിൽ വെച്ചുകൊണ്ട് പടച്ച റബ്ബിനോട് നീ എന്ന് തൗബ ചെയ്യണേ ചെറുപ്പക്കാരാ, നീ എന്ന് തൗബ ചെയ്യണേ പെങ്ങളെ. അല്ലാഹുവേ, ഞങ്ങളുടെ അനവധി നിരവധി തെറ്റുകുറ്റങ്ങൾ മുഴുവനും നിനക്കറിയാമല്ലോ അല്ലാ, നീ വിട്ടുപുറത്ത് മാഫു ചെയ്യണേ അല്ലാ. ഞങ്ങളെ സാലിഹീങ്ങളിൽ ചേർത്ത് നീ അനുഗ്രഹിക്കണേ അല്ലാ.